സ്വാമി ഗുരുശ്രീ മൂവാറ്റുപുഴ അത്രൈത ആശ്രമത്തിൽ നിന്നും നമ്മെ സംബോധന ചെയ്യുന്നു. പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനാധികാര ജനാധിപത്യം എന്ന നൂതന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ആ തത്വശാസ്ത്രം രൂപകൽപ്പന ചെയ്തത് സ്വാമി ഗുരുശ്രീ തന്നെയാണ്. അത് നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. എന്നാൽ ഏറ്റവും നൂതനമായിട്ടുള്ളതും ഏറ്റവും ഫലപ്രദവുമായുള്ള ഒരു ദർശനമാണ്. അത് സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങളും സന്ദേശങ്ങളും ലഘുലേഖകളുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര ആഴത്തിൽ ശ്രോതാക്കൾ ഗ്രഹിച്ചില്ല എന്നൊരു കുറവ് പലരുടെ ഭാഗത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ആ കുറവ് നികത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രഭാഷണം. ഇതുവരെ ആളുകൾ മനസ്സിലാക്കിയത് ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. ശരിക്കും ആളുകൾ മനസ്സിലാക്കേണ്ടത് ഹൃദന്തസ്പർശിയായിട്ടാണ്. ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്കുള്ള ഒരു ജ്ഞാനം, ബാഹ്യ ദളങ്ങൾ ഉപയോഗിച്ച് ബാഹ്യ ദർശനം ചെയ്യുന്നത്. ഹൃദന്തസ്പർശി എന്ന് പറഞ്ഞാൽ അത് ഇന്നർ മൈൻഡ്, അത് ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിന്താപദ്ധതിയാണ്. ഈ പരാമർശം എല്ലാ ശ്രോതാക്കളും അതിൻ്റെ പ്രയോക്താക്കളായി പരിലസിക്കണമെന്നും അവർ അവരുടെ സ്വന്തം ഹൃദയത്തോട് ഈ ആശയത്തെ സംവേദനം ചെയ്യണമെന്നുമുള്ള ആശയോടു കൂടിയാണ് ഈ പരാമർശം. ജനാധികാര ജനാധിപത്യം ഇന്നുള്ള രാഷ്ട്രീയ ഭരണവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ജനാധിപത്യം ഇവിടെ ലഭിച്ചുവെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ജനിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചു പോന്നിട്ടുള്ള രാജരാഷ്ട്രീയം തന്നെയാണ്, ആ ഭരണകൂട വ്യവസ്ഥിതി തന്നെയാണ് തുടരുന്നത്. അതൊന്ന് മാറണമെന്ന് അധികമാരും ആശിച്ചതായി അനുഭവമില്ല. എല്ലാവരും ചിന്തിച്ചു വശായിരുന്നത് നല്ല രാജാവ് ഉണ്ടാവട്ടെ, നല്ല ഭരണാധികാരി ഉണ്ടാവട്ടെ, നല്ല ഉദ്യോഗസ്ഥരുണ്ടാവട്ടെ എന്നാണ്. പ്ലേറ്റോ മുതൽ ഹെഗലും കാൾ മാർക്സും മുതൽ ഇവിടുത്തെ എല്ലാ തത്വചിന്തകരും വിചാരിച്ചത് സദ്ഭരണമാണ്. സ്വാമി അനുശാസിക്കുന്നത് ഭരണമേയല്ല, ഭരണരഹിതമായ ഒരു സിദ്ധാന്തത്തിന്റെ രൂപകൽപ്പനയാണ് ജനാധികാര ജനാധിപത്യം. എപ്പോൾ ജനാധിപത്യമുണ്ടോ അപ്പോൾ അതിൽ ജനാധികാരമുണ്ടാവണം. ഇപ്പോൾ ഇവിടെയുള്ളത് രാജാധികാരമാണ്. ഈ രാജാവിനെ ഒന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചെറിയ കർമ്മമാണ് ചെയ്തു പോരുന്നത്. അത് മഹാഭാരതത്തിൽ ദുര്യോധനൻ ചെയ്ത ആ വികൃതികൾ, ആ മ്ലേച്ഛതകൾ ആളുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാരിതോഷികങ്ങൾ, സൗകര്യങ്ങൾ, പ്രമോഷനുകൾ ഒക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് കുൽസിത മനസ്ഥിതിയുള്ളവരെ അണിനിരത്തി അവരുടെ ശക്തിയുടെ പിൻബലത്തോടുകൂടി മ്ലേച്ഛഭരണം കാഴ്ചവെക്കുകയാണ് ദുര്യോധനൻ ചെയ്തത്. ആ ദുര്യോധന ഭരണത്തെക്കാൾ മ്ലേച്ഛ വ്യവസ്ഥിതിയാണ് ഇപ്പോൾ ഈ രാജ്യത്തുണ്ടാവണം. അത് ഭരിക്കുന്നവരുടെ മാത്രം കുറവും കൊണ്ടല്ല, ഭരിക്കപ്പെടുന്നവരുടെ കൂടി കുറവുകൊണ്ടാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന മ്ലേച്ഛ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഈ ലോകം ഇപ്പൊ ചരിക്കുന്നത്. നമ്മുടെ രാജ്യം അതിൻ്റെ ദൂഷിപ്പുകൾ 100 പേരി വിളയിക്കുന്നു എന്നുള്ള ഒരു ദുരന്തത്തിലാണ്. അത് പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ഓരോ പൗരനും അതിൻ്റെ ഗഹനത അനുഭവിക്കുകയും ചിന്തിക്കുകയും അത് സ്വന്തം ജീവിതത്തോട് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ സംബോധന. അത് ഏകദേശം അധികം ദൈർഘ്യമുള്ളതാകാൻ ഇടയുള്ളത് കൊണ്ട് 6 എപ്പിസോഡുകളായിട്ടാണ് ഇതിൻ്റെ വിവരണം. കാരണം ഇതുവരെ വിശദീകരിച്ച ജനാധികാര ജനാധിപത്യം എന്ന കവിതയോ അതിൻ്റെ മുഖവര എന്ന നിലയ്ക്കുള്ള പരാമർശമോ ഫിഫ്ത്ത് വേർഡ്സ് എന്നതിൻ്റെ സന്ദേശമോ
അങ്ങനെ പല പ്രഭാഷണങ്ങളും ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴവും പരപ്പും ആഗിരണം ചെയ്യാൻ തക്കവണ്ണം അവർ ഉയർന്നില്ല എന്ന് പലരുടെ ഭാഗത്തു നിന്നും ആശയങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ പ്രഭാഷണം. ഭാരതം ഇന്ന് അവലംബിച്ച രാഷ്ട്രീയ ദർശനം തുലവും ദുർബലമാണ്. രാജരാഷ്ട്രീയത്തിന്റെ വിഴുപ്പുകളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഊരൊഴുക്കുകളിലും ഉടക്കിയാണ് ഇന്ത്യൻ ഭരണം ഉരുളുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭാരതം ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് രാജരാഷ്ട്രീയം തന്നെയാണ്, കൊളോണിയൽ ആധിപത്യം തന്നെയാണ്. രാജരാഷ്ട്രീയത്തിൽ അധികാരിയായിരുന്നവരും കൊളോണിയൻ ആധിപത്യത്തിൽ അധികാരിയായിരുന്നവരും ആളുകളെ മാറ്റിയിട്ട് നമ്മുടെ ജനപ്രതിനിധികളാ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരോ ആ സ്ഥാനങ്ങൾ കൈയടിക്കുകയും അതിനേക്കാൾ ദുഷിച്ച അധാർഷ്ട്യങ്ങൾ ഈ സമൂഹത്തോട് വിന്യസിക്കുകയും ചെയ്യുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പാർട്ടികൾ, ഏറെ നേതാക്കൾ, കമ്മിറ്റികൾ, ശിബിരങ്ങൾ, കോൺഗ്രസുകൾ, സമ്മേളനങ്ങൾ, പ്രമേയങ്ങൾ, ചർച്ചകൾ, ഘോരം പ്രഘോഷങ്ങൾ ഒക്കെ ഘോഷിക്കുന്നുണ്ട്. എങ്കിലും സമൂഹത്തിൽ സദ്ഗതി പുലരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ആർക്കും തർക്കം ഉണ്ടാവുന്നില്ല. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സദ്ഗതി ഉണ്ടാവുന്നില്ല, ദുർഗതിയാണ് ഇവിടെ എന്ന് എല്ലാവരും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ ദുർഗതി ദൂരീകരിച്ചിട്ട് സദ്ഗതിയെ എങ്ങനെ സ്ഥാപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇതുവരെയുള്ള തർക്കങ്ങൾ. 2500 പാർട്ടികളും ഏറെ സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ ഭാരതത്തിൽ ഈ ദുർഗതി എങ്ങനെ ദൂരീകരിക്കണം എന്നുള്ള മാർഗമാണ് ലഭിക്കാത്തത്. എല്ലാവരും ആശിച്ചത് എന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, എന്റെ നേതാവ് അധികാരത്തിൽ വന്നാൽ, ഞാൻ അധികാരത്തിൽ വന്നാൽ ഒരു ക്ഷേമ സമൂഹത്തെ സൃഷ്ടിച്ചു കളയുമെന്നുള്ള വ്യാമോഹം പ്രജകൾക്ക് കൊടുക്കുകയാണ്, പൗരന്മാർക്ക് കൊടുക്കുകയല്ല. ഇതുവരെ നമ്മുടെ നാട്ടിലുള്ള വോട്ട് ചെയ്യുന്നവരൊക്കെ തന്നെ പ്രജകൾ എന്നുള്ള നിലയ്ക്കാണ്, പൗരൻ എന്നുള്ള നിലയ്ക്ക് ഔന്നത്യം കൊണ്ടിട്ടില്ല എന്നാണ് അതിന്റെ ഭാഷ്യം. ജനാധിപത്യത്തിന്റെ സത്ഫലങ്ങൾ വിരിയുന്നില്ല. സമ്പത്തിന്റെയും പ്രകൃതി സൗകുമാരികതകളുടെയും സ്വച്ഛമായ അനുഭവം ജനതയ്ക്ക് ലഭിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വച്ഛമായ അനുഭവം ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സ്വാഭിമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് അടിമ മനോഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നൈസർഗികമായ സ്വച്ഛാനുഭവം നമ്മുടെ സമൂഹത്തിലെ മനുഷ്യന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗമുണ്ട്. ആളുകളെ അണിചേർക്കാനായി നുണകൾ നൂറുമേനി വിളയിക്കുകയാണ്, വൈരം വിതയ്ക്കുകയാണ്, വിഴുപ്പുകൾ പങ്കിടുകയാണ്. ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ നുണയാണ് പറയുന്നത്. ഭാരതീയർക്ക് ഈ നുണ എന്ന് പറയുന്നത് അത്രയും മ്ലേച്ഛമായ, നികൃഷ്ടമായ ഒരു പ്രയോഗമാണ് എന്ന് ധരിക്കാനുള്ള ഒരു സ്വാഭിമാനം, ഒരു ഔന്നത്യം ഉണ്ടായിട്ടില്ല. ആർക്കും എന്ത് നുണ വേണമെങ്കിലും പറയാം. നുണ സർവ്വസാധാരണമായിരിക്കുന്ന, നുണ വ്യവഹാരമായിരിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നീതി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത്. നുണ നിലനിൽക്കുന്ന ഒരു ലോകത്ത് നീതിയേ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീതി ഉണ്ടാവണമെങ്കിൽ സത്യസന്ധത വേണം. ഇപ്പോൾ നമുക്ക് സത്യസന്ധത ഇല്ല എന്നാണ്. പിന്നീടുള്ളത് വൈര്യം വിതയ്ക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ദുര്യോഗം അധികാരം കൈയാളാൻ വേണ്ടി പരസ്പരം വൈര്യം വിതയ്ക്കുകയാണെന്നുള്ളതാണ്. ഈ വൈര്യം വിതച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ അധികാരം ആളുകൾ കൊള്ളുന്നത്. അല്ലാണ്ട് നീതിയോ സത്യമോ ധർമ്മമോ ഒന്നും വിനിമയം ചെയ്തിട്ടല്ല. വൈര്യത്തിന്റെ ഗുണഭോക്താക്കളാണ് ഇന്നത്തെ അധികാരികളൊക്കെ തന്നെയും. പിന്നെയോ വിഴുപ്പുകൾ പങ്കിട്ട് കൊടുക്കുകയാണ്. ദുര്യോധനൻ അതിൻ്റെ സമ്പത്ത് പങ്കിട്ട് കൊടുത്ത് കരം ഒഴിവാക്കി കൊടുത്തതുപോലെ സ്ഥാനമാനങ്ങൾ അനധികൃതമായി കൊടുത്തും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ അധികാരം നിലനിർത്തി പോരുന്നത്. എന്നിട്ടും അത് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും അതിനായിട്ട് കയ്യടിക്കുകയും അതിന് പുകഴ്ത്തുപാട്ടുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ദുര്യോഗത്താണ് നാട്ടിൽ നടക്കുന്നത്. അത് മാറാൻ എളുപ്പമുള്ള മാർഗമുണ്ട് എന്നാണ് സ്വാമി പറയാൻ പോകുന്നത്. ഇത് ആമുഖമാണ് എന്ന് കരുതുകയും വേണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനത പൊരുതി, അതൊരു വസ്തുതയാണ്.
സ്വാതന്ത്ര്യ സമരം നടന്നു. അന്ന് നമുക്കൊരു ശത്രു ഉണ്ടായിരുന്നു. ആ ശത്രുവിനെ നേരിടുന്നു, നമ്മൾ വിജയിക്കുന്നു. പല കാരണങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സമരം ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതും വസ്തുതയാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടുത്തെ ജനതയ്ക്കാണോ എന്ന ചോദ്യമാണ് ഇനി നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. ഭരണകൂടത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പൗരന് സ്വാതന്ത്ര്യമേ കിട്ടിയില്ല. കാരണം ഈ പൗരൻ ആണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പ്രജ എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വിഴുപ്പുകൾ പങ്കിടുക, സ്ഥാനമാനങ്ങൾ പങ്കിടുക, കൊള്ള മുതൽ പങ്കിടുക എന്നൊരു ദുര്യോഗത്തിലാണ് നമ്മുടെ രാജ്യം പ്രവർത്തിച്ചു വരുന്നത്. ഇങ്ങനൊരു പ്രയോഗമുണ്ട്, പ്രജകൾ യാചകരായാൽ രാജാവ് തസ്കരനാകും എന്നൊരു സിദ്ധാന്തമുണ്ട്. പൗരന്മാർ യാചക ബുദ്ധിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അധികാരി ഭരണകർത്താക്കൾ കൊള്ളക്കാരായിരിക്കും. ആ കൊള്ള മുതൽ പല നിലയ്ക്ക് പങ്കിടുകയും ചെയ്യും. അത് പങ്കിടുന്നതിന് വേണ്ടി ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ചിലപ്പോ ചില അഴിമതിക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ചില സ്ഥാനമാനങ്ങളിൽ ചിലർ പ്രതിഷ്ഠിക്കും. ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ കൊണ്ട് എല്ലാ അധികാരത്തിന്റെയും വിഴുപ്പുകൾ ശിൽബന്ധികൾക്ക് വിതരണം വെച്ചു കൊടുക്കുകയും ആ ശിൽബന്ധികളൊക്കെ വിദ്യാസമ്പന്നരോ എന്തെങ്കിലും പ്രഭയുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ പ്രഭയുടെ മുന്നിൽ നമ്മൾ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു ഹീനത നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. ഈ ഹീനതയെ ദൂരീകരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ മൂലശില. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പൊരുതി. അന്ന് നമുക്ക് ശത്രു ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി. ദാരിദ്ര്യമുക്തിക്കായി നമ്മൾ പൊരുതി, അതിൽ ഒരു കാരണമുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ജയിച്ചു. ഇവിടെ ദാരിദ്ര്യമായിരുന്നു വളരെക്കാലത്ത്, ഭക്ഷ്യദാരിദ്ര്യം വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പൊരുതി നമ്മൾ ജയിച്ചു. നാളിതുവരെ അപരനീതിക്ക് വേണ്ടി നമ്മൾ പൊരുതിയിട്ടില്ല, ആനന്ദത്തിന് വേണ്ടി അടരാടിയിട്ടില്ല. ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം. അപരന് മറ്റൊരുത്തവന് നീതി ഉണ്ടാകണമെന്നുള്ള ബോധ്യത്തോടും കൂടി നമ്മൾ ഇതുവരെ ഒരു സമരവും നടത്തിയിട്ടില്ല. നമ്മുടെ സമരം എനിക്ക് റേഷൻ കൂട്ടിത്തരണം, എനിക്ക് ശമ്പളം കൂട്ടിത്തരണം, എനിക്ക് പ്രൊമോഷൻ തരണം, എനിക്ക് പെൻഷൻ കൂട്ടണം എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയാണഗതി അല്ലാതെ അപരന് നീതി ഉണ്ടാവണം എന്നൊരാശയത്തിന്റെ പുറത്ത് നിലനിന്നിട്ടില്ല. അതുപോലെ തന്നെ സുഖത്തിനു വേണ്ടി, നൈതികമായ ആനന്ദത്തിന് വേണ്ടിയല്ല, നൈസർഗികമായ സുഖത്തിന് വേണ്ടിയുള്ള പ്രയാണഗതിയിലാണ് ഈ സമൂഹം ഓടുന്നത്. അതുകൊണ്ട് ആനന്ദത്തിന് വേണ്ടി അടരാടിയിട്ടില്ല. ആനന്ദത്തിന് വേണ്ടി അടരാടേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെയാണ്, വ്യവസ്ഥിതിയോട് തന്നെയാണ് എന്നുള്ള ബോധ്യവും വേണം. ഈ വ്യവസ്ഥിതിയെ നവീകരിക്കപ്പെടുകയും നാം നമ്മളെ തന്നെ നവീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഭൂരിപക്ഷവും ആനന്ദം അനുഭവിക്കാൻ പ്രാപ്തമായ ഒരു മാനസികാവസ്ഥയിൽ എത്താത്തവരാണ്. എന്തെന്നാൽ അവരൊക്കെ സുഖകാംക്ഷികളാണ്. അത് ഇന്ദ്രിയ സുഖങ്ങളുടെ പരാക്രമത്തിലാണ്. ലോകപ്രേമത്തിനായി നിലകൊണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക്, മറ്റെല്ലാവർക്കും ഒക്കെ സൗഖ്യമുണ്ടാകണം എന്നുള്ള ഒരു പ്രേമം, അതാണ് ലോകപ്രേമം. അതിനുവേണ്ടി നമ്മൾ മാനുഷാത സാഹിത്യത്തിൽ പിറന്നു. അത് സംസ്കൃതിയിൽ ജനിച്ചില്ല. ഇന്നുള്ള സംഘം ചേരലും പൊരുതലും അധികാരത്തിന് വേണ്ടിയാണ്. നമ്മൾ അരുത കാട്ടാള ആ ക്രൗഞ്ചമിതനങ്ങളെ അമ്പയ്യരുന്നുള്ള വേദാന്തം, ആ ദർശനം നമ്മൾ വിന്യസിപ്പിച്ചു. പക്ഷേ അത് സാഹിത്യത്തിലേ ഉണ്ടായുള്ളൂ, നമ്മുടെ സംസ്കൃതിയിൽ വന്നിട്ടില്ല. ആകയാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോ മതങ്ങളെ സ്ഫോടക വസ്തുക്കളാക്കുന്നു, ഗോത്രങ്ങളെ ചാവേറുകളാക്കുന്നു, വിഡ്ഢികളായി ഓരോരുത്തരും അണിചേർന്ന് കറക്കുകാപട്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ പക്ഷം ചേർന്ന് കറക്കുകാപട്യങ്ങൾ ചെയ്യുകയാണ്. മതങ്ങളെ സ്ഫോടക വസ്തുക്കളാക്കുകയാണ്, ഗോത്രങ്ങളെ ചാവേറുകളാക്കുകയാണ്, നമ്മൾ സ്വയമേ വിഡ്ഢികളാക്കുകയാണ്. ഇതാണ് ഈ ദുര്യോഗത്തിന്റെ ഒരു ഘടകം. ഇത്തരം ദുർഗതികൾ അരുതി വരുത്താൻ സാമാന്യ ജനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
ആ സാമാന്യ ജനങ്ങൾക്ക് അതിനുള്ള ബോധമുണ്ടാവാൻ വേണ്ടിയാണ് ജനാധിപത്യം എന്ന നൂതന രാഷ്ട്രീയ തത്വശാസ്ത്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവുകൾ അധികാരികളല്ല, കാവൽക്കാർ മാത്രം. ഇത് ജനാധിപത്യം എന്ന ആശയത്തിന്റെ മൂലശിലയാണ്. ഇപ്പോൾ എല്ലാ അധികാരങ്ങളും എക്സിക്യൂട്ടീവുകളാവുകയും പൗരന്മാർ നോക്കുകുത്തികളാവുകയും ചെയ്യുന്ന ഒരു ദുര്യോഗമുണ്ട്. ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവുകൾ നേരിട്ട് ഒരു ഭരണവും നിർവഹിക്കുന്നില്ല. എല്ലാ ഭരണവും നിർവഹിക്കപ്പെടുന്ന പൗരനും മെന്ററും ചേർന്നാണ്. അതിൽ കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം നിർദ്ദേശിക്കുക മാത്രമാണ് എക്സിക്യൂട്ടീവിന്റെ ചുമതല. ആ എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം പരിഗണിച്ച് നീതിപൂർവമായ തീരുമാനമെടുക്കുകയാണ് ജുഡീഷ്യറിയുടെ ചുമതല. ജുഡീഷ്യറിയുടെ വിശകലനത്തിനും തീരുമാനത്തിനും ശേഷമാണ് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബാധ്യത മാത്രമേ എക്സിക്യൂട്ടീവിന് അനുവദിച്ചു നൽകുന്നുള്ളൂ പൗരന്റെ വ്യക്തിപരമായ കാര്യത്തിൽ. എന്നാൽ പൊതുകാര്യങ്ങൾക്ക്, വികസന കാര്യങ്ങൾക്ക്, ക്ഷേമകാര്യങ്ങൾക്ക് ആ ദുശാഠ്യം ഇല്ല. അത് സംസ്ഥാനതല ഭരണകൂടത്തിനും കേന്ദ്രതല ഭരണകൂടത്തിനും യുക്തിയുക്തമായി നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ആ യുക്തി പാർലമെന്റിലും നിയമസഭയിലും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് നിർബന്ധവുമാണ്. ഇന്നുള്ള അവസ്ഥ വളരെ ദുര്യോഗപൂർണമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ അത് തമാശ ആവുകയില്ല. പട്ടുനൂൽ പുഴുവിന് ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ മൾബറിയെ പൂജിക്കുകയും കൃഷിക്കാരനെ ആരാധിക്കുകയും ചെയ്തേനെ. പുഴുസമാധിയിൽ താപജല സമാധി വിധിക്കുന്ന അർത്ഥമോഹം അവ അറിയുന്നില്ല. പട്ടുനൂൽ പുഴു ഈ തളിരുകളൊക്കെ കാണുമ്പോൾ വിചാരിക്കുക, കർഷകൻ എത്ര പുണ്യാളനാണ്, നമുക്ക് വേണ്ടി ഇത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തളിരുകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇതുപോലെ തന്നെ പൗരന്മാർ നമുക്ക് കരുതാക്കുകയാണ്, ഈ ഭരണകൂടം എന്തെല്ലാം സേവനങ്ങളാ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. പക്ഷേ ഈ സേവനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നികുതി പിടുങ്ങാനും നമ്മുടെ മേൽ അടിമത്തം വിധിക്കാനും ആണ് എന്നുള്ള ബോധ്യം നമുക്കില്ല. പട്ടുനൂൽ പുഴു മൃഷ്ടാന്നം തിന്നതിന് ശേഷം രൂപദശയിലായി കഴിയുമ്പോൾ ഈ പുഴുക്കളെയെല്ലാം ചൂടുവെള്ളത്തിലിട്ട് കൊന്ന് അതിൻ്റെ പട്ടുനൂലെടുത്ത് അത് അനുഭവിക്കുകയാണ് കർഷകൻ ചെയ്യുന്നത്. പക്ഷേ ഈ തളിര് നിന്ന് തിമിർക്കുമ്പോൾ ഒരു പുഴുവിനും ആ ബോധ്യമില്ല ഇത് ഒരു ചതിക്കുഴിയാണ് എന്ന്. എന്ന പോലെ ഭരണകൂടത്തിന്റെ ചെയ്തികൾ പണ്ട് രാജാവിന്റെ കാലത്ത് ചെയ്തതുപോലെയും കൊളോണിയൽ ആധിപത്യത്തെ കാലത്ത് ചെയ്തതുപോലെയും ഉള്ള കർമ്മങ്ങൾ തന്നെയാണ് ഈ ജനാധിപത്യ ലോകത്തിലും ചെയ്തു വരുന്നത്. ഓരോ പ്രവൃത്തിയും പൗരനിൽ നിന്ന് നികുതി പിരിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സാമൂഹ്യ ദാരിദ്ര്യങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ചില സൗജന്യങ്ങളും ചില ആനുകൂല്യങ്ങളും ഒക്കെ വിധിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് പൗരൻ ഈ രാജ്യത്തിന്റെ അവകാശി ഞാനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നിലനിൽക്കുകയും അത് ഭരണകൂടത്തെ ധരിപ്പിക്കുകയും ഭരിക്കുന്ന ഓരോ ആൾക്കാരും ഓരോ അധികാരിയും ഓരോ ഉദ്യോഗസ്ഥരും അത് നിരന്തരം ബോധ്യപ്പെടുകയും ചെയ്യണം. അതിനുതകുന്ന കർമ്മ പദ്ധതിയാണ് ജനാധിപത്യം. ഇനി ഒരു കഥ ക്രിസ്തു മതവിശ്വാസികളിൽ ഒരു വിഭാഗത്തിന്റെ കൈകളിലുണ്ട്. അത് ഗീവറീസ് പുണ്യാളൻ എന്ന കഥയിലെ കുടിവെള്ളം മുടക്കി സർപ്പത്തെ പോലെയാണ് ഭാരതത്തിലെ സർവ സർക്കാരും ഉദ്യോഗസ്ഥരും. ജനങ്ങൾ അനുഭവിക്കേണ്ട നീരുറവയിൽ സർപ്പം ഭീഷണമായി തിങ്ങി നിറഞ്ഞിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും ജനത്തിന് ലഭിക്കരുന്ന വാശിയോടെ, ജനത്തിന്റെ ആർത്തനാദങ്ങൾ കേൾക്കാതെ, ബധിരതയോടെ. നമ്മുടെ ഭരണകൂടം ബധിരമാണ്. ബധിരതയാണ് അവരുടെ മുഖമുത്ത. നമ്മളൊന്നും പറയുന്നത് അവർ കേൾക്കത്തില്ല.
അവർ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കുകയും വേണം. സർപ്പം ആ നാടിലേക്ക് ഉറവ് കൊടുക്കേണ്ട, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട നീരുറവയിൽ തിങ്ങിയിരുന്ന ആ നീരുറവ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ പ്രകൃതിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും പൗരന്മാരുടെയാണ്, ഈ രാജ്യം പൗരന്മാരുടെയാണ് എങ്കിൽ പോലും ഭരണകൂടം എന്ന ഭീകരസത്വം രാജ്യത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയും അവർക്ക് നൈസർഗികമായി ലഭിക്കേണ്ട പലതിനെയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ്. വായുവിൽ തൊടാൻ ഇതുവരെ പറ്റിയില്ല, സൂര്യപ്രകാശത്തിൽ തൊടാൻ ഇതുവരെ പറ്റിയില്ല, മഴയിൽ തൊടാൻ ഇതുവരെ പറ്റിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടുത്തെ മനുഷ്യൻ സ്വച്ഛന്തം ജീവിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഔദാര്യം കൊണ്ടല്ല. ഭരണകൂടം ദംഷ്ട്രങ്ങൾ വെച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തുകയാണ് എന്നും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സർപ്പം അപ്രസക്തമാണ്, അത് അപ്രസക്തമാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല. അന്ന് ആളുകൾ വിചാരിച്ചിരുന്നത് സർപ്പത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഓരോ കന്യകയെ കൊണ്ടു കൊടുക്കുക, കന്യകയിൽ പുണർന്നു മേധിച്ചിക്കുക, അതിനുശേഷം മൃഷ്ടാന്നം, ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ കൊടുക്കുക. ആ വിഭവങ്ങൾ തിന്നു തീർക്കുന്ന ആ ഒരു സമയത്തേക്ക് സർപ്പം നീരുറവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒഴുകി വരുന്ന വെള്ളം ശേഖരിച്ച് സൂക്ഷിച്ച് കഷ്ടി ജീവിക്കുക എന്നുള്ള, ഉപജീവിക്കുക എന്നുള്ള ഏറ്റവും ലളിതമായ, ഏറ്റവും പ്രാകൃതമായ ഒരു അവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നും അങ്ങനത്തെ പ്രാകൃതാവസ്ഥകളാണ്. അപ്പോൾ അവ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശാശ്വത ദർശനത്തിലേക്ക് ഉയരാൻ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞില്ല. അവർ കരുതിയത് ഓരോ കന്യകകളെ ഏൽപ്പിക്കാം, ഓരോ വീട്ടിൽ നിന്ന് ഓരോ കന്യകകളെ കൊണ്ടു കൊടുക്കാം, പിന്നെ വിഭവങ്ങൾ നിവേദിക്കാം. അവസാനം രാജാവിന്റെ വീട്ടിലെ കന്യകയ സുന്ദരിയും സുശീലയായവൾ വന്നപ്പോൾ മാത്രമാണ് അതിൻ്റെ ദീനരോധനം വ്യാപനം ചെയ്തത്. അപ്പോഴാണ് ഔസേപ്പ് എന്ന പടനായകൻ വന്ന് ആ സർപ്പത്തെ ഒരു കുന്തം കൊണ്ട് കുത്തി നശിപ്പിച്ചപ്പോൾ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ പൗരന്മാർ ആ പൗരബോധം ഉണർത്തുകയാണെങ്കിൽ വോട്ട് കുത്തുമ്പോൾ അത് പരിഹരിക്കപ്പെടാം. പക്ഷേ നമുക്ക് വോട്ട് കുത്താൻ പറ്റുമോ? നമ്മളെ കുത്തുന്ന വോട്ടുകളെല്ലാം കൃത്യമായി എത്തുന്നോ? നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജാതിയായിട്ടും രാഷ്ട്രീയമായിട്ടും വർഗമായിട്ടും ഒക്കെ അസ്ഥിരപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് അനർത്ഥങ്ങൾ മെനയുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രജ അടിമ എന്നുള്ള ബോധത്തിൽ നിന്ന് പൗരൻ എന്ന രാജബോധത്തിലേക്ക് ഉയർന്നു വരണം എന്നതാണ് ഈ സൃഷ്ടാന്തത്തെ ചുരുക്കം. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ രാജാവിന്റെ ഭാവം ഈ പൗരന്മാർക്കില്ല. പൗരൻ ഇതിന്റെ ഉടമയാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ അവകാശിയാണെങ്കിൽ അവന് ആദ്യമായി വേണ്ട വിചാരം എന്താഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തിന്റെ അവകാശിയാണെന്നും അതിന് എനിക്ക് രാജാവിന്റെ ഭാവം ഉണ്ടായിരിക്കണം എന്നാണ്. രാജാവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളാണെന്ന് അല്ല, ആണെന്ന് ആരും ധരിക്കരുത്. രാജാവിന്റെ ഭാവം പ്രൊട്ടക്ട് ദ അതേഴ്സ് ആണ്. മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള യോദ്ധാവിന്റെ ശൗര്യം വരുമ്പോൾ മാത്രമാണ് രാജാവിന്റെ ഭാവം വരുന്നത്. ആ രാജഭാവത്തിലേക്ക് പൗരന്മാർ വരുമ്പോൾ അധികാരമുള്ളവർ, ഇവിടെ ജനപ്രതിനിധികൾ ദേവന്റെ ഭാവത്തിലേക്ക് വരും. ജനപ്രതിനിധികൾ ദേവന്റെ ഭാവത്തിൽ വരികയും പൗരന്മാർ രാജാവിന്റെ ഭാവത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്ഷേമ സമൂഹത്തെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ യാചക ബുദ്ധി വെച്ചിട്ട് ഒരു കാരണവശാലും ക്ഷേമ സമൂഹം ഉണ്ടാവുകയില്ല. അങ്ങനെ രാജാവിന്റെ ഭാവം ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ നിശ്ചയമായും ചെയ്യേണ്ടത് തന്നേക്കാൾ അധികാരമുള്ളവരെയും തന്നേക്കാൾ ധനമുള്ളവരെയും പുരോഹിതന്മാരെയും തനിക്ക് സമന്മാരായി കണക്കാക്കാനുള്ള ഔന്നിത്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നത്തെ നില എന്താ? അധികാരമുള്ളവരെ, തന്നേക്കാൾ അധികാരമുള്ളവന്റെ മുന്നിൽ വാലാട്ടും, തന്നേക്കാൾ ധനമുള്ളവന്റെ മുന്നിൽ വാലാട്ടും, പുരോഹിതന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കും. ഇങ്ങനെ ഉള്ളവന് രാജഭാവം ഉണ്ടാവുകയില്ല. യഥാർത്ഥ രാജഭാവം ഉണ്ടാകുന്നവൻ തന്നേക്കാൾ അധികാരമുള്ളവരെയും തന്നേക്കാൾ ധനമുള്ളവരെയും പുരോഹിതന്മാരെയും തനിക്ക് സമന്മാരായി കണക്കാക്കുകയും തന്നേക്കാൾ അധികാരം കുറഞ്ഞവരെയും ധനം കുറഞ്ഞവരെയും അവരുടെ മുമ്പിൽ നമ്മൾ കുലീനനായിരിക്കുകയും ചെയ്യുക. അപ്പോഴാണ് രാജഭാവം ഉണ്ടാവുക. അതിന് മഹാഭാരതത്തിൽ തന്നെ ഭീഷ്മരോട് യുധിഷ്ഠിരനൊരു ചോദ്യം ചോദിച്ചു.
പിതാമഹൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന്. അപ്പൊ പിതാമഹൻ പറഞ്ഞു, മസിലാണെന്നല്ല പറഞ്ഞത്, അത് ദുർബലനോട് ക്ഷമിക്കാനുള്ള മനസ്സാണ്. ദുർബലനോട് ക്ഷമിക്കാനുള്ള ഉണ്ടാവുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ ദൗർഭാഗ്യം, നമ്മുടെ ഈ രാജ്യത്ത്, ഈ ഭാരതത്ത് ആ മഹാഭാരത സന്ദേശം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുണ്ടോ? ദുർബലനെ തൊഴിക്കും, ബലവാനോട് നമസ്കരിക്കും, ബലവാന്റെ മുമ്പിൽ വഴങ്ങും, ദുർബലനെ പരിഹസിക്കും. ഇത് മ്ലേച്ഛതയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ ഒരു ക്ഷേമ സമൂഹത്തെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ചിന്താപദ്ധതികൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ആ ശ്രേഷ്ഠമായ ചിന്താപതികൾ വളർത്താനുള്ള സൗകര്യം നമുക്കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഒരു മിനിമം ആളുകളുടെ കയ്യിൽ സമ്പത്തുമുണ്ട്. ഭൂരിപക്ഷം സമ്പത്തില്ലായ്മ തന്നെ പോലും വരുന്നത് വ്യവസ്ഥിതിയുടെ വികല്പം കൊണ്ടാണ്, വൈകല്യം കൊണ്ടാണ്. സിസ്റ്റത്തിന്റെ വൈകല്യമാണ് ആളുകളെ ദരിദ്രരെ സൃഷ്ടിക്കുന്നത്. ഇവിടെ വിഭവത്തിന്റെ കുറവും കൊണ്ടല്ല, ദാരിദ്ര്യം കൊണ്ടല്ല, അത് സിസ്റ്റത്തിന്റെ വൈകല്യം കൊണ്ടാണ് ആ ദുര്യോഗം ഉണ്ടാവുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമി ഇത് ഒരു അനാർക്കിയല്ലേ, ഒരു അരാജകത്വമാണോ സ്വാമി സിദ്ധാന്തിച്ചു വരുന്നത് എന്ന്. അത് നിങ്ങളൊക്കെ ബോധപൂർവം ചിന്തിക്കണം, പഠിക്കണം. ഇത് അനാർക്കിയല്ല, ഇത് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായതാണ്. എങ്ങനെ ശ്രേഷ്ഠമായത്? ഇതാണ് അബ്സല്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. നമ്മളുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്, അബ്സല്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി അല്ല. പല പ്രാകൃത രാജ്യങ്ങളിലും ഉള്ളത് അബ്സല്യൂട്ട് ഡെമോക്രസിയാണ്, അത് പ്രാകൃതമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് മ്ലേച്ഛമാണ്, അത് ഏറ്റവും ഔന്നത്യമില്ല. ഏറ്റവും ഔന്നത്യമുള്ളത് അബ്സല്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. അതാണ് ജനാധിപത്യം. ഇപ്പോൾ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. അതിൽ അധികാരിയുണ്ട് എന്നുള്ളതാണ്. അബ്സല്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ അധികാരിയില്ല, അധികാരി പൗരന്മാരായി പരിവർത്തനപ്പെടൂ എന്നുള്ള ഒരു ബോധ്യമാണ് അതിനകത്ത് വരുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ജനാധിപത്യം, അതിന്റെ സമ്മറി ഒരു ഉട്ടോപ്യൻ ഊട്ടുപുരയോ പാൻഡ്യോക്രസിയുടെ സ്വപ്നാടനമോ റൊമാൻറ്റിക് പൊളിറ്റിക്സിന്റെ ഭാവനയോ പോസിറ്റീവ് അനാർക്കിയുടെ പുണ്യാളത്വമോ ഹെഗലിയൻ ദാർശനിക അടിമത്തമോ കമ്മ്യൂണിസ്റ്റ് ഹ്യൂമൻ ഫാമിങ്ങോ അല്ലെന്നറിയണം. ഇത് ലോക ചരിത്രത്തിലുണ്ടായ, ലോക തത്വശാസ്ത്ര മേഖലകളിലുണ്ടായ ഓരോ സിദ്ധാന്തവുമാണ്. അത് ആ സിദ്ധാന്തങ്ങളിലുള്ള പാളിച്ചകൾ ദൂരീകരിച്ചാണ് ജനാധിപത്യം എന്ന ആശയം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ആളുകൾ മനസ്സിലാക്കണം. അതെല്ലാം പഠന വിധേയമാക്കേണ്ടതാണ്. പാണ്ഡിത്യമുള്ളവർ, വിദ്യാസമ്പന്നരായ ആളുകൾ ആ വിഷയത്തിൽ ഒരു ഗഹനമായ പഠനത്തിന് വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. യഥാർത്ഥ ജനാധിപത്യവും സ്വാതന്ത്ര്യമാണ് ദിശാദർശനം ചെയ്തിരിക്കുന്നത്. ശ്രേണീകൃത വ്യവസ്ഥയ്ക്ക് പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ള സംവിധാനം തന്നെ, ശ്രേണീകൃത വ്യവസ്ഥയ്ക്ക് പ്രാമുഖ്യം കൽപ്പിച്ചു തന്നെ സംവിധാനത്തിലാണ് ഇവ വന്നിരിക്കുന്നത്. നിയമനിർമ്മാണ സഭകളെ മൂർധാവിൽ നിലർത്തിക്കൊണ്ടുള്ള സുതാര്യ ഭരണക്രമമാണ് ജനാധിപത്യം. ഇവിടെ അരാജകത്വമില്ല. ഇവിടത്തെ രാജത്വം എന്ന് പറയുന്നത് വ്യക്തിയിലല്ല, ജനപ്രതിനിധി സഭകളിലാണ് രാജത്വം നിൽക്കുന്നത്. ഇവിടുത്തെ രാജത്വം ഉണ്ടെങ്കിൽ ആ രാജത്വം കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചക്രവർത്തിത്വം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനപ്രതിനിധി സഭകളായ നിയമസഭയിലും പാർലമെന്റിലുമാണ്. അവിടെ ഒരു വ്യക്തിയിൽ ഈ രാജത്വം കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. പൗരൻ അടിയാനും അധികാരി ഉടയോനുമായുമുള്ള പ്രാചീന ദുഷിപ്പുകൾ ദൂരീകരിക്കാനാണ് ഉന്നം കൊണ്ടിട്ടുള്ളത്. ഇപ്പോഴുള്ളതും മുമ്പുള്ളതും പൗരൻ അടിയാന്മാരും അധികാരി ഉടയോനും എന്ന മ്ലേച്ഛതയിൽ തന്നെയാണ് നിന്നു പോന്നിട്ടുള്ളത്. പാശ്ചാത്യ തത്വചിന്തകളെ അപഗ്രഥിക്കുകയും നിരാകരിക്കുകയും ചെയ്ത് രൂപപ്പെടുത്തിയ പ്രായോഗിക ദർശനമാണിത്. പ്രായോഗിക ദർശനം എന്ന് പറയുന്നത് പാശ്ചാത്യ തത്വചിന്തകളെ എല്ലാം തന്നെ നിരാകരിക്കുകയും
അതിൽ നിന്ന് ആധുനിക ബോധ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടുള്ള സിദ്ധാന്തപതിയുടെ സംക്ഷിപ്ത രൂപമാണ് ജനാധിപത്യം. നമസ്കാരം. ഇനി നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം.